ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് കറ്റാർവാഴ ജെല്ല് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കറ്റാർവാഴയുടെ ജെല്ല് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമായിരിക്കും കടയിൽ നിന്ന് കിട്ടുന്ന പോലെയുള്ള ജെല്ല് ഒന്ന് ഉണ്ടാക്കി നോക്കണം, അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാകും തംബ്നെയിലിൽ കൊടുത്ത പോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിലല്ലല്ലോ ഇതിൻ്റെ കളർ ഉള്ളത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പച്ചവെള്ളം പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു കളറായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കറ്റാർവാഴയുടെ ജെല്ല് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ കറ്റാർവാഴ ജെല്ല് നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യാനും ഏറ്റവും നല്ലതാണ്. സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറായിട്ട് വയ്ക്കും. മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ താരനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ കറ്റാർവാഴ ജെല്ലിനെ പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് പറയേണ്ട തോന്നുന്നു, കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ലേറ്റ് ആക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കറ്റാർവാഴ ജെല്ല് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കറ്റാർവാഴയുടെ ജെല്ല് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറ്റാർവാഴ മുറിച്ചെടുത്തിട്ട് അതിലുള്ള മഞ്ഞക്കറയൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞു. അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള മുള്ളു പോലെയുള്ള ഭാഗങ്ങൾ കളഞ്ഞു. ഒരു ഭാഗത്ത് തൊലിയും കളഞ്ഞ് 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ മാത്രമേ അതിലുള്ള ആ ഒരു മഞ്ഞക്കറ ഫുള്ളായിട്ട് പോയി കിട്ടുള്ളൂ. ഇത് മുഴുവനായിട്ടും തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും സേവ് ആയിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു കറ്റാർവാഴയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് മിക്സ് ആയി കിട്ടില്ല. അപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇത് അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് എടുക്കണം. നമ്മൾ എത്ര നന്നായിട്ട് അരച്ച് കഴിഞ്ഞാലും കുറച്ചൊരു വേസ്റ്റ് അതിലുണ്ടാകും. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതിൽ ആ ഒരു വേസ്റ്റ് ഇതാണ്, കുറച്ച് കട്ട പോലെ ഇരിക്കും. അപ്പോൾ ഇത് ആവശ്യമില്ല. നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു കളറിലാണ് കറ്റാർവാഴയുടെ ജ്യൂസ് ഉണ്ടാവുക. അല്ലാതെ പച്ചവെള്ളം പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കില്ല. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലിൽ അവരധികവും ചേർക്കുന്നത് കറ്റാർവാഴയുടെ എസൻസ് ആണ്. അത് കാണാൻ പച്ചവെള്ളം പോലെ തന്നെയാണ് ഇരിക്കുക. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ജെല്ല് കിട്ടുന്നത്. പക്ഷെ നമുക്ക് നല്ല ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നേരിട്ട് കറ്റാർവാഴയുടെ ജ്യൂസ് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന കറ്റാർവാഴയുടെ ജ്യൂസ് ജെല്ലാക്കി മാറ്റണം. അതിന് യൂസ് ചെയ്യുന്നതാണ് സാന്തൻ ഗം. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. കഴിഞ്ഞ ചെമ്പരത്തി ജെല്ല് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് കിട്ടുന്നതെന്ന്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ കാണുന്നതാണ് സാന്തൻ ഗം. സാന്തൻ ഗമ്മിന് പകരമായിട്ട് നിങ്ങൾക്ക് കാർബോമറോ കാർബോപോളോ ഒക്കെ യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടെ ഒരു കെമിക്കൽ കണ്ടൻറ് ഉള്ളതാണ്. സാന്തൻ ഗം തന്നെ ഒരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ചില ഫുഡ് ഐറ്റംസിലൊക്കെ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്കിന്നിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാർബോമറിനെയും കാർബോപോളിനെയും ഒക്കെ അപേക്ഷിച്ച് സാന്തൻ ഗം യൂസ് ചെയ്തിട്ട് ജെല്ല് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ ആ ഒരു കളർ തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. കാർബോമറും കാർബോപോളും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ജെല്ലായിട്ട് തന്നെ കിട്ടും. കറ്റാർവാഴ ജെല്ല് നല്ല ക്ലിയർ ആയിരിക്കുന്നു എന്നുള്ളത് കാണാൻ ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഗുണം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഒട്ടും കട്ടയുണ്ടാവാൻ പാടില്ല. കട്ടയുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജെല്ല് മിക്സായി വരാൻ ഒരുപാട് ടൈം എടുക്കും.
അപ്പോൾ സാന്തൻ ഗം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അലോവേരയുടെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് ഇത്രയും അലോവേരയുടെ ജ്യൂസാണ് ഉള്ളത്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് റോസ് വാട്ടറിന് പകരമായിട്ട് കൂടുതൽ അളവിൽ അലോവേരയുടെ ജെല്ല് എടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ റോസ് വാട്ടറിൻ്റെയും അലോവേരയുടെയും ജ്യൂസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാന്തൻ ഗമ്മിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ചേർക്കുമ്പോഴേ നമ്മുടെ ഈ ഒരു വെള്ളം ജെല്ലായിട്ട് മാറും. സാന്തൻ ഗമ്മ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർബോമറോ കാർബോപോളോ അതിൻ്റെ കൂടെ അലോവേരയുടെ എസൻസും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കാം. എന്നാൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ജെല്ല് കിട്ടും. ആ ഒരു ജെല്ലിനെ അപേക്ഷിച്ച് ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്. യാതൊരു വിധത്തിലും ദോഷം ചെയ്യില്ല. കാർബോമറും കാർബോപോളും കുറച്ചും കൂടെ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ജെല്ല് ക്ലിയർ ആക്കി മാറ്റുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്നിന് അത് ദോഷമായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും നല്ലതായിട്ട് വരില്ല. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ജെല്ല് നോക്കിയിട്ടല്ല നിങ്ങൾ വാങ്ങേണ്ടത്. പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നത് അലോവേരയുടെ കളറ് പച്ച ആയതുകൊണ്ട് തന്നെ പച്ച കളറിലാണ് ജെല്ല് ഇരിക്കുക എന്നാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ പച്ച കളറിലുള്ള ജെല്ലും അവൈലബിൾ ആണ്. ഒരിക്കലും അലോവേരയുടെ ജെല്ല് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു തോലോട് കൂടിയിട്ട് ഉണ്ടാക്കാറില്ല. ആ ഒരു മഞ്ഞ പോയിസൺ ഉള്ളത് കൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്തിട്ട് ഉള്ളിലുള്ള ജെല്ല് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എക്സ്ട്രാ കളറ് ചേർക്കുന്നതാണ്. ഇനി ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓയിലാണ്. ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ പിമ്പിൾസ് ഉണ്ടാകുന്ന ടൈപ്പ് സ്കിന്നിന് വരെ ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഒരുപാടായിട്ട് പിമ്പിൾസ് ഉണ്ടാകുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതലായിട്ട് ഇത് മുഖത്ത് വയ്ക്കേണ്ട. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട. ഈ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കുന്നതാണ്. അതായത് ചുളിവുകൾ വരാതിരിക്കാനും ഇനി ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് കൂടെ കൊടുക്കും. അപ്പോൾ നമ്മുടെ അലോവേര ജെല്ലൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ വീട്ടിൽ അലോവേര ജെല്ല് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു അലോവേരയുടെ ജെല്ല് നമ്മൾ സെയിൽ ചെയ്യുന്നതും കൂടെയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അറിയിച്ചു തരാം. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കിന്നിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാം. സ്കിന്നിൽ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജ് കൊടുക്കുക. ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രാത്രി ഫുള്ളായിട്ട് വയ്ക്കുക. രാവിലെ കഴുകി കളയുക. ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ അലോവേര ജെല്ല് തണുപ്പ് കൂടിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തണുപ്പ് പറ്റാത്തവർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് കുളിക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറാനും താരൻ്റെ പ്രശ്നമൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്